ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നേരെ പോയത് മാൽപ്പേ ബീച്ചിലാണ്. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് മാൽപ്പേ ബീച്ചിലാണ്. നമ്മൾ എത്തിയത് ആ ഒരു സൺസെറ്റിൻ്റെ ടൈമിലായിരുന്നു. കറക്റ്റ് ആ സൺസെറ്റ് നമുക്ക് അടിപൊളിയായിട്ട് അത് കാണാൻ പറ്റിയേ. നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ എവിടെയൊക്കെ പോകണമെന്ന് നമ്മൾ ചാർട്ട് ചെയ്തായിരുന്നല്ലോ. അപ്പോഴത്തേക്ക് ഈ മാൽപ്പേ ബീച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിയോക്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയ ഉടനെ തന്നെ അച്ഛനും മോളും ആദ്യമേ അങ്ങ് ബീച്ചിലോട്ട് ഇറങ്ങി. തൊട്ട് പിന്നാലെ ഞാനും അനിയത്തിയും കൂടെ ഇറങ്ങി. പിന്നെ അത് അവിടുത്തെ ഈ മണൽ ഉണ്ടായിരുന്നോ, നമ്മൾ ഇവിടുത്തെ പോലെയല്ല കേട്ടോ. നല്ല വൈറ്റ് കളർ മണലാണ്, നല്ല പൊടി പൊടിയായിട്ടിരിക്കും. നല്ല വൈറ്റ് കളറായിരുന്നു, കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. പിന്നെ നമ്മൾ കൊച്ചു പിള്ളേരുടെ കുറേ റൈഡ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നേ ബീച്ച് ഏരിയയിൽ. അങ്ങനെ നിയക്കുട്ടനും അതിൽ ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ കയറിയേ. പിന്നീട് നമ്മൾ നേരെ പോണ വഴിക്ക് ഈ പൊട്ടറ്റോ ട്വിസ്റ്റേഴ്സ് കണ്ടിട്ട് അതൊരെണ്ണം വാങ്ങിക്കാമെന്ന് കരുതി. നല്ല ടേസ്റ്റി ആയിരുന്നേ, കൂടുതൽ സ്പൈസ് ഒന്നും ഇടാതെ സോൾട്ടും പിന്നെ മയണൈസൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. കഴിക്കാനൊക്കെ നല്ല രസമായിരുന്നേ. പിന്നെ പോണ വഴിക്ക് കുറേ സ്റ്റോൾസൊക്കെ കണ്ടായിരുന്നേ, കമ്മലും മാലയും ബ്രേസ്ലെറ്റ്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല, എടുത്തൊക്കെ നോക്കിയതേ ഉള്ളൂ. കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. അനിയത്തിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവൾ ഒന്ന് രണ്ട് സാധനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഈ ആമയില്ല, അതിൻ്റെ താഴെ മാഗ്നറ്റൊക്കെ വെച്ചിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതും നല്ല രസമായിരുന്നേ. പിന്നെ പോണ വഴിക്ക് ഈ ഷുഗർ കെയിൻ ജ്യൂസ് കണ്ടപ്പോൾ കൊള്ളാമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങി കുടിച്ചായിരുന്നേ. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് ടേസ്റ്റ് ആയിരുന്നേ. നല്ല തണുപ്പുണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നീട് പോണ വഴിക്ക് കുറേ ഗെയിംസൊക്കെ കണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞിട്ട് ഹസ്ബൻഡ് ചെയ്യുന്നതാണ്. ഇതെന്ന് വെച്ചാൽ അതാ ഒരു ഗണ്ണുണ്ട്, അവിടെ 8-10 കുപ്പികൾ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് ഇങ്ങനെ അവർ 10 ബുള്ളറ്റ്സ് ഇട്ട് തരും. ആ ബുള്ളറ്റ്സ് തീരുന്നതിൻ്റെ അകത്ത് നമുക്ക് ഈ കുപ്പികൾ അടിച്ച് പൊട്ടിക്കണം. അതാണ് നമ്മളുടെ ടാസ്ക്. ഞാൻ നോക്കി ഒന്നുപോലും പൊട്ടിയില്ലേ. പിന്നെ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കി, അത്ര തന്നെ. പിന്നെ അവിടെ നേരെ നമ്മളിതാ കടലിലോട്ട് ഇറങ്ങി. അവിടെ നിന്ന് കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. അങ്ങനെ ഏകദേശം ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ മാൽപ്പേ ബീച്ചിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ മാൽപ്പേ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളുടെ ട്രെയിനിൻ്റെ ടൈം രാത്രി 11:30 പക്ഷേ നമ്മൾ വണ്ടിയിൽ കയറുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ട്രെയിൻ ടൈം നോക്കിയപ്പോഴത്തേക്കും നമുക്ക് മെസ്സേജും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. 11:30 ട്രെയിന് വരുന്നത് 9:45 ടൈം ഇത്രയും നേരത്തെ ആയത് കാരണം പിന്നെ എല്ലാവരും ഒന്ന് ടെൻഷൻ അടിച്ചു. പക്ഷേ പെട്ടെന്ന് അങ്ങ് എത്തിച്ചേരാൻ പറ്റി. ഏകദേശം നമ്മളൊരു 9 മണിക്ക് മുന്നേ തന്നെ അവിടെ എത്തിച്ചേരാൻ പറ്റിയേ. അങ്ങനെ നമ്മളത് ആ ട്രെയിനും നോക്കി നിൽക്കുന്ന സമയത്ത് വന്ദേ ഭാരതൊക്കെ പോയി, അതൊക്കെ നോക്കി നിന്നേ. അങ്ങനെ നമ്മളത് ആ ഉടുപ്പിയിൽ നിന്ന് രാത്രി ഒരു 9:45 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ട്രെയിൻ കയറി. തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് ഒരു 12:30 ആയപ്പോഴത്തേക്കും നമ്മൾ കൊച്ചുവേളിയിലെത്തി. നമ്മളുടെ മൂകാംബിക വിശേഷങ്ങൾ എത്രയൊക്കെയാണ്. എല്ലാ വീഡിയോസും എല്ലാവരും കണ്ടു നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ.